വെർമിസെല്ലി ബാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കുറച്ച് വെർമിസെല്ലി വേണം. ഏകദേശം 1.5 കപ്പോളം വെർമിസെല്ലി എടുക്കണം. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലിയാണ്, വളരെ തിന്നാണിത്. ഇത് ഏകദേശം 1.5 കപ്പ് ഉണ്ട്. ഇത് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. ബട്ടർ ഇല്ലെങ്കിൽ ഗീ യൂസ് ചെയ്താലും മതിയാകും. മെൽറ്റായ ബട്ടറിലോട്ട് ഇനി വെർമിസെല്ലി ചേർക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ബട്ടറിൽ. ഇനി ഒന്ന് ഇത് ക്രിസ്പി ആക്കണം. കുറച്ച് ഏലക്ക പൗഡർ ചേർക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. വെരി ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലോട്ട് ഏകദേശം 2 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്താഷ്യോസ് ചേർക്കാം. ഇത് മൊത്തം വേണ്ട, കുറച്ച് മതി. ചെറിയൊരു ബൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വെർമിസെല്ലി കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലോട്ട് പഞ്ചസാര ചേർക്കാതെ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർക്കാവുന്നതാണ്. പഞ്ചസാര വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ടീം വേണ്ടി വരും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ട്രേയിലോട്ട് ഇത് മാറ്റാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നന്നായി പ്രസ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് കൊണ്ടാണ് ഞാനിത് പ്രസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പിസ്താഷ്യോ കൂടെ ഗാർണിഷ് ചെയ്യാം. പിസ്താഷ്യോ അല്ലെങ്കിൽ കാഷ്യൂനട്ട് ഇട്ടാലും മതി. ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്.